ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? കടൽ വെള്ളം എന്തുകൊണ്ടാണ് ഇത്ര ഉപ്പുള്ളത്? പുഴയിലെ വെള്ളം ശുദ്ധമായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് വർഷങ്ങളായി കടലിൽ മാത്രം ഈ ഉപ്പ് അടിഞ്ഞുകൂടുന്നത്? പലരും വിചാരിക്കുന്നത് പോലെ ഈ ഉപ്പെല്ലാം കടലിന്റെ അടിയിൽ നിന്ന് വന്നതല്ല. ഈ ഉപ്പിന്റെ ഏറ്റവും വലിയ ഉറവിടം നമ്മുടെ ഭൂമിയിലെ പാറകളാണ്, അതായത് കരയിൽ നിന്നാണ്. മഴ പെയ്യുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് മഴവെള്ളവുമായി ചേരുമ്പോൾ ഒരു നേരിയ ആസിഡാണ് രൂപപ്പെടുന്നത്. പാറകളെ ദ്രവിപ്പിക്കുന്നു. ഈ മഴവെള്ളം പാറകളിലൂടെ ഒഴുകുമ്പോൾ അതിലെ ധാതുക്കളെയും ലവണങ്ങളെയും സാവധാനം അലിയിച്ചു മാറ്റും. ഇങ്ങനെ പാറകളിൽ നിന്ന് വേർപെടുന്ന ഉപ്പിന്റെ തന്മാത്രകൾ അരുവികളിലൂടെ പുഴകളിലെത്തും. അവസാനം ഈ പുഴകളെല്ലാം ഒഴുകിച്ചേരുന്നത് എവിടേക്കാണ്? കടലിലേക്ക്. അതായത് നമ്മുടെ എല്ലാ പുഴകളും ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ ഉപ്പിന്റെ തന്മാത്രകളെ കടലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പുഴയിലും ഉപ്പുണ്ടെങ്കിൽ പുഴയിലെ വെള്ളം എന്തുകൊണ്ട് ഉപ്പുരസമല്ല? അവിടെയാണ് പ്രധാന വ്യത്യാസം വരുന്നത്. പുഴയിലെ വെള്ളം ഒഴുകിപ്പോകുന്നു. പുഴയിലെ വെള്ളം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ ഉപ്പ് അവിടെ അടിഞ്ഞുകൂടുന്നില്ല. ഈ വെള്ളം സൂര്യന്റെ ചൂടേറ്റ് ബാഷ്പീകരിച്ച് ആവിയായി മുകളിലേക്ക് ഉയരും. പക്ഷെ അതിൽ അലിഞ്ഞിരുന്ന ഉപ്പ് കടലിൽ തന്നെയാവും ശേഷിക്കുക. കടൽ ഒരു വലിയ പാത്രം പോലെയാണ്. വെള്ളം ഒഴുകിയെത്തുന്നു, പക്ഷേ ഉപ്പ് അവിടെ തന്നെയാകും അടിഞ്ഞുകൂടുന്നത്. കടലിന്റെ അടിയിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ചൂടുവെള്ളം പൊങ്ങിവരുന്ന വിള്ളലുകളാണിവ. ഈ ചൂടുവെള്ളം പാറകളുമായി കലരുമ്പോൾ ധാരാളം ധാതുക്കളും ലവണങ്ങളും കൂടി കടലിലേക്ക് എത്തിക്കുന്നു. ഈ ചൂടുവെള്ളം പാറകളുമായി പ്രതിപ്രവർത്തിച്ച് ഇരുമ്പ്, ചെമ്പ്, മറ്റ് ധാതുക്കൾ എന്നിവയുമായി കടലിലേക്ക് തിരിച്ചെത്തുന്നു. ഇതും കടലിലെ ഉപ്പിന്റെ അളവ് കൂട്ടാൻ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.